നമ്മൾ വീടുകളിലൊക്കെ എപ്പോഴും സംസാരിക്കുന്ന കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ നോക്കാവേ. അതിനൊരു പാറ്റേൺ ഉണ്ട്. ഇങ്ങനെ അത് ഓർത്തു വെച്ചാൽ നമുക്കത് സംസാരിക്കാൻ എളുപ്പമാകും എന്ന് ചിന്തിക്കാൻ ഒരു പാറ്റേൺ ഉണ്ട്. നമ്മൾ പറയും ഇതെല്ലാം അവിടെ കൊണ്ടുപോയി വെക്കണേ എന്ന് നമ്മൾ പറയും അല്ലേ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണേ. പിന്നെ എന്താണ്, നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്വിച്ച് ലൈറ്റ് ഓഫ് ചെയ്യുക, പിന്നെന്താണ് അത് അവിടെ വെക്കുക. ഇതൊക്കെ നമ്മൾക്ക് ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അനുസരിച്ചിട്ട് നമ്മൾ ഓർത്ത് വെച്ചാൽ നമുക്ക് എളുപ്പമാണ് ഇങ്ങനത്തെ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള പാറ്റേൺ ഞാനിപ്പോൾ ഇവിടെ എഴുതി കാണിക്കും, നിങ്ങളത് ശ്രദ്ധിക്കുക. ഇതേപോലത്തെ സെൻറ്റൻസുകളാണ് നമ്മൾ എപ്പോഴും പറയില്ലേ, എന്താ പറയുക, വെള്ളം കൊണ്ടുപോവാ, അതുപോലെ പിന്നെ ബുക്ക് എടുത്തുകൊണ്ട് പോവാ, അങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അതായത് നമ്മൾ അങ്ങനത്തെ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊന്നും ബുക്ക് എടുത്തുകൊണ്ട് പോവാ, അതിനകത്ത് എവിടെയാ സബ്ജക്റ്റ് ഒന്നുമില്ല അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത്, ആദ്യം വേണ്ടത് വേർബാണ്. അവിടെ നമുക്ക് വേണ്ടത് എന്താണ്? ആദ്യം വേണ്ടത് വേർബാണ് ആദ്യം. കാരണം അതിനകത്ത് സബ്ജക്റ്റ് ഒന്നുമില്ല. ഈ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുപോയി വെക്കണേ എന്ന് പറയുന്നതിൽ എവിടെയാ സബ്ജക്റ്റ് ഉള്ളത്? സബ്ജക്റ്റ് ഇല്ലല്ലോ. അവിടെ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് വേർബ്. ഓർത്തു വെക്കുക, വേർബാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. പിന്നെ ഉള്ളത് ഒബ്ജക്റ്റ്. പിന്നെ നമ്മൾ പ്ലേസ് പറയും, എവിടെയാണ് അത് വെക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു സ്ഥലം പറയും, അല്ലെങ്കിൽ നമുക്ക് വേറെ എക്സ്ട്രാ എന്താണോ പറയേണ്ടത് അത് പറയും. ആദ്യം നമ്മൾ വേർബ് പറയും, പിന്നെ നമ്മൾ ഒബ്ജക്റ്റ് പറയും, പിന്നെ നമ്മൾ പ്ലേസ് അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഇൻഫർമേഷൻ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് പറയും. അപ്പോൾ വേർബ് എന്താണെന്ന് നമുക്കറിയാം, ഒബ്ജക്റ്റ് എന്താണെന്ന് അറിയത്തില്ലാത്തവരുണ്ടോ ഈ കൂട്ടത്തിൽ? എൻ്റെ പഴയ ഒരു വീഡിയോയിൽ ഒബ്ജക്റ്റ് എന്താണെന്ന് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. കഴിയുമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ തരാം കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ടും കേൾക്കണം എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ളത്. എന്നാലേ നമുക്ക് ഒബ്ജക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. വേർബ് കൊടുക്കുക, ഒബ്ജക്റ്റ് കൊടുക്കുക, പിന്നെ എന്താണ്, എവിടെയെങ്കിലും സ്ഥലത്ത് വെക്കാനാണ് പറഞ്ഞെങ്കിൽ ആ പ്ലേസ് കൊടുക്കുക, അതല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ആണ് പറയേണ്ടതെങ്കിൽ അത് നമ്മൾ കൊടുക്കാം. അപ്പം നമ്മൾക്ക് ഒന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ പറയും ബാഗ് കൊണ്ടുപോവാ, ബാഗ് എടുത്തുകൊണ്ട് പോവാ, അല്ലെങ്കിൽ ബാഗ് ഇവിടെ കൊണ്ടുവരൂ, അല്ലെങ്കിൽ ബാഗ് ഇങ്ങോട്ട് കൊണ്ടുപോവാന്ന് നമ്മൾ പറയും. ഇങ്ങോട്ട് കൊണ്ടുപോവാന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഓർക്കുക, അതിനകത്ത് സബ്ജക്റ്റ് ഉണ്ട്. അതൊരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം സബ്ജക്റ്റ് വേണമെന്നാണ് പറയുന്നത്. പക്ഷെ ബാഗ് ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന സെൻറ്റൻസിൽ എവിടെയാണ് സബ്ജക്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ആദ്യം അതിനകത്ത് വേർബിനെ കണ്ടുപിടിക്കുക. കൊണ്ടുവരിക എന്നുള്ള വേർബ് എന്താണ്? ബ്രിങ് ആണ്, കൊണ്ടുവരിക. ഇനി ഒബ്ജക്റ്റ് എന്താണ്? ആ സാധനമാണ്. ബ്രിങ് ദ ബാഗ്. പ്ലേസ് എന്താണ്? ഹിയർ ആണ്. കണ്ടോ? പക്ഷേ ശരിക്കും നമുക്ക് ഈ സെന്റൻസ് അറിയാം, ബ്രിങ് ദ ബാഗ് ഹിയർ എന്ന് നമുക്ക് പറയാൻ അറിയാം. പക്ഷെ അതിന്റെ പാറ്റേൺ ഇങ്ങനെയാണ്. വേർബ് വെച്ചു, ഒബ്ജക്റ്റ് വെച്ചു, പ്ലേസ് വെച്ചു. ബ്രിങ് ദ ബാഗ് ഹിയർ, ബാഗ് കൊണ്ടുപോവാ. ക്ലിയർ ആയോ? ആ ഒരു പാറ്റേൺ നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇനി നമ്മൾ പറയും ബുക്സൊക്കെ ടേബിളിൻ്റെ മുകളിൽ വെക്കാനാണ് നമ്മൾ പറഞ്ഞത്. വെക്കുക. അപ്പോൾ അതിനകത്ത് വേർബ് എന്താണ്? പുട്ട്, വെക്കുക. പുട്ട് എന്ത് ഒബ്ജക്റ്റ്? ബുക്കാണ്. പ്ലേസ് എവിടെയാണ്? ഓൺ ദ ടേബിൾ. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ബുക്സ് ഓൺ ദ ടേബിൾ എന്നാണോ പറയേണ്ടത്? അല്ല, എന്ത് പറയണം? വേർബ് ആദ്യം വേണം. പുട്ട് ദ ബുക്സ് ഓൺ ദ ടേബിൾ. വേർബ് കൊടുത്തു, ഒബ്ജക്റ്റ് കൊടുത്തു, പ്ലേസ് കൊടുത്തു. ക്ലിയർ ആയോ? ഇനി നമ്മൾ പറയും ഇതെല്ലാം അവിടെ കൊണ്ടുപോയി വെക്കണേ എന്ന് പറയും. അതിനകത്ത് ആര് കൊണ്ടുപോയി വെക്കണമെന്നോ എന്ത് കൊണ്ടുപോയി വെക്കണമെന്നോ ഒന്നുമില്ല. സബ്ജക്റ്റ് ഇല്ല അതിനകത്ത്. അപ്പോൾ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ അതിനകത്ത് ഏതാണ് നമ്മുടെ വേർബ്? വേർബ് എന്താണ്? ടേക്ക്. എടുത്തുകൊണ്ട് പോവുക അല്ലേ? ടേക്ക് എല്ലാം. ടേക്ക് ഓൾ ദീസ് ആൻഡ്, കണ്ടോ? ടേക്ക് എന്ന് പറയണ വേർബ് കൊടുത്തു, സബ്ജക്റ്റ് ഓൾ ദീസ് ആണ്. ആൻഡ് പിന്നെ എന്താണ്? കീപ് ദം അവിടെ, ദെയർ. ക്ലിയർ ആയോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ ആ ഒരു ഓർഡറിലല്ലേ പറഞ്ഞത്? ടേക്ക്, വേർബ് കൊടുത്തു, പിന്നെ എന്താണ്? ദീസ് തിങ്സ് എന്നുള്ളത് എന്താണ്? ഒബ്ജക്റ്റ് ആക്കി കൊടുത്തു, പിന്നെ പ്ലേസ് എന്ത് കൊടുത്തു? ദെയർ എന്നുള്ളത് കൊടുത്തു. ആ ഒരു ഓർഡറിലാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറയും സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. അവിടെ നമ്മൾ സബ്ജക്റ്റ് കൊടുത്തോ? സബ്ജക്റ്റ് കൊടുത്തില്ല, വേർബാണ് കൊടുത്തത് അല്ലേ? ആദ്യം നമ്മൾ കൊടുത്തത് വേർബാണ്. അതേപോലെ സ്വിച്ച് ഓൺ ദ ലൈറ്റ്, എല്ലാം നമ്മൾ അവിടെ ആദ്യം കൊടുത്തത് എന്താണ്? വേർബാണ് കൊടുത്തത്. ഒന്ന് രണ്ട് സെന്റൻസും കൂടി നോക്കാം. ഇത് നിന്റെ ടീച്ചർക്ക് കൊടുക്കുക. അപ്പൊ അവിടെ സബ്ജക്റ്റ് ഏതാണ്? ഉണ്ടോ? പ്രവൃത്തി ചെയ്യുന്ന ആൾ ഇവിടെ ഇല്ല. അപ്പൊ വേർബ് എടുത്തു. നമ്മൾ എന്തെടുത്തു? ഗീവ് ആണ്. കൊടുക്കുക എന്ന് പറയുന്നത് ഗീവ്. സബ്ജക്റ്റ് എന്താണ്? ദിസ്, ഇത്.
ഗീവ് ദിസ് ഒബ്ജക്റ്റ് ആർക്കാണ്? ടു യുവർ ടീച്ചർ. ഗീവ് ദിസ്, ഗീവ് വേർബാണ്, ഒബ്ജക്റ്റ് ദിസ് ആണ്, ടു യുവർ ടീച്ചർ. ഗീവ് ദിസ് ടു യുവർ ടീച്ചർ. പ്ലേസിലോട്ട് പോയി. ഗീവ് ദിസ് ടു യുവർ ടീച്ചർ. ടീച്ചറിന് ഇത് കൊടുക്കുക. ഇപ്പൊ നിന്റെ റൂം വൃത്തിയാക്കിയിടുക. ക്ലീൻ യുവർ റൂം. ക്ലീൻ യുവർ റൂം നൗ. വീട് വൃത്തിയാക്കുക. ക്ലിയർ ആയോ? അപ്പൊ ഇതിനെല്ലാം നമ്മൾ ഉപയോഗിച്ചത് ആദ്യം വേർബാണ്, നോട്ട് എ സബ്ജക്റ്റ്. സബ്ജക്റ്റ് അല്ല, കാരണം നമ്മൾ പറയുന്ന സെന്റൻസിൽ വേർബേ ഉള്ളൂ, സബ്ജക്റ്റ് ഇല്ല. ഇങ്ങനത്തെ കുറേ സെന്റൻസുകൾ നിങ്ങൾക്ക് പറയാൻ കഴിയും. ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ ഇങ്ങനത്തെ കുറേ മലയാളം സെന്റൻസുകൾ കൊടുക്കാം കേട്ടോ. നിങ്ങൾ അതെല്ലാം ഒന്ന് ഇംഗ്ലീഷിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് എൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കുറേ പേര് കേട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വന്നേക്കുന്ന നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കണം. ഞാൻ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അതേപോലെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണമെങ്കിലും അതിന്റെ നമ്പറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 10-ാം തീയതി മുതൽ, മെയ് മാസം 10-ാം തീയതി മുതൽ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 30 ദിവസത്തെ ക്ലാസ് ആണ്. രാത്രി 8 മണി മുതൽ 8:45 വരെയാണ് ക്ലാസ്സിന്റെ ടൈം വരുന്നത്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.